പശ്ചിമേഷ്യയിലെ സാഹചര്യമൊക്കെ തന്നെ നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടതാണ്. ട്രംപ് അധികാരമേൽക്കുമ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഇപ്പോൾ അമേരിക്ക വ്യോമാക്രമണത്തിലൂടെ ശക്തമായി തന്നെ യമനിൽ ഹൂതി മുതർക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നുണ്ട്. ഞാൻ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ശക്തിയേറിയ പ്രഹരം നൽകുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഖാസിം സുലൈമാനിയുടെ മരണത്തിനുള്ള പ്രതികാരം, അതിനുള്ള ശിക്ഷ അത് വിധിക്കുമെന്നാണ് IRGC കമാൻഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപിന് നേരെ ഇതുപോലെ പല കോണിൽ നിന്നും പല ഭീഷണികൾ ഉയരുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? ഇതിനു മുൻപ് നേരിട്ടുള്ള ആക്രമണങ്ങൾ നാം കണ്ടതാണ്, 2 തവണ കണ്ടതായിരുന്നു. ട്രംപ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പറയാൻ മനസ്സിൽ കൂടെ പോകുന്നൊരു കാര്യമുണ്ട്. ചന്ദ്രനെ കാണുമ്പോൾ ഏറെ ശ്വാനന്മാർ അവശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. തിരിഞ്ഞു നിന്ന് ഒരിക്കലും ചന്ദ്രൻ അല്ലയോ ശ്വാനശ്രേഷ്ഠ, താങ്കളുടെ പ്രവൃത്തി എത്ര മ്ലേച്ഛം എന്ന് പറയാറില്ല. അതുകൊണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ഒരു ചിന്തയിലാണ് ഖാസിം സുലൈമാനിയെ വധിച്ചത് അമേരിക്കയാണ് 2020. അപ്പോൾ ഇന്ന് കൃത്യം സത്യം പറഞ്ഞാൽ 5 വർഷം 2020 ജനുവരി മാസം 3-ാം തീയതി ഇറാനിയൻ ഡിഫൻസ് സംവിധാനത്തിന്റെ അവസാന വാക്കായ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ വെച്ച് ഒരു അമേരിക്കൻ ഡ്രോൺ അറ്റാക്കിൽ വധിക്കപ്പെടുന്നു. വ്യക്തമായ ജുഡിയോ അമേരിക്കൻ പ്ലാൻ അതിന് പിന്നിലുണ്ട്. ഇത്ര തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ മൊസദിന്റെ കരങ്ങളുണ്ട്, CIA കരങ്ങളുണ്ട്. അതിന് കണക്ക് തീർക്കാൻ വെമ്പി നിൽക്കുന്ന ഇറാനെ നമ്മൾ കാണും. ന്യായമാണ്. കാരണം മറ്റൊരു രാജ്യത്ത് വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്തുള്ള സൈനിക മേധാവി അല്ലെ വധിക്കപ്പെടുകയാണ്. അതിനുശേഷം ഒരു സീരീസ് വധങ്ങൾ നടക്കുകയാണ്. ഒന്നിൽ ഇസ്രായേൽ ഇൻവോൾവ് ആകുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻവോൾവ് ആകുന്നത്. അത് ഡമാസ്കസിലെ എംബസി ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ സിറിയൻ എംബസി ആക്രമിക്കപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഇസ്രായേലാണ്. അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. അതിന്റെ പിന്നിൽ പോക്കറ്റിൽ കിടന്ന പേജർ സ്ഫോടനമാണോ സംഭവിച്ചത്, മറ്റെന്തെങ്കിലും ആണോ അറിയില്ല. ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെടുന്നു, നസറുള്ള വധിക്കപ്പെടുന്നു. അതുപോലെ ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ പെസഷ്കിയാന്റെ ചുമതല, അതായത് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയപ്പോൾ അവിടെ വെച്ച് ഇസ്രായേലിന്റെ പദ്ധതി പ്രകാരം കൊലപ്പെടുത്തപ്പെടുന്നു. ഇസ്രായേലി അടുത്ത ദിവസമാണ് അതിന്റെ ഉത്തരവാദിത്വം നേരിട്ട് ഏറ്റെടുത്തത്. ഇതിനൊക്കെ പുറമെയാണ് ഗാസയിൽ അവശേഷിച്ച ഏറ്റവും വലിയ വീരേതിഹാസപുത്രൻ, അറബികളുടെ അല്ലെങ്കിൽ പലസ്തീൻ വിഭാഗത്തിന്റെ യഹ്യ സിൻവാർ വധിക്കപ്പെടുന്നു. അപ്പോൾ ടോപ്പ് ലീഡർഷിപ്പ് ഏതാണ്ട് എല്ലാം, ഇറാൻ ഉൾപ്പെടെയുള്ളവരുടെ ടോപ്പ് ലീഡർഷിപ്പ് പലരും കാലയവനികയ്ക്കുള്ളിൽ ഇസ്രായേൽ അമേരിക്ക ദ്വയത്തിന്റെ ആക്രമണത്തിൽ പരാജയപ്പെടുന്നു. ഇതിനെല്ലാം ഉത്തരം ട്രംപ് പറയേണ്ടതല്ല. പക്ഷേ ട്രംപ് വന്നാൽ ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിൽ പോകും, ഇതുറപ്പാണ്. അതുകൊണ്ടാണ് ട്രംപ് മുൻകൂട്ടി പറഞ്ഞത്. രജനീകാന്ത് മോഡൽ പറയാം, ഞാൻ ഒരു വട്ടം ചൊന്നാൽ 100 തടവ് ചൊന്ന മാതിരി പറഞ്ഞ ചെയ്തോണം. ഹൂതികൾക്കും അതുപോലെ ഹമാസിനും അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. മറ്റുപേരോ കിട്ടുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള ഇസ്രായേലുമായി കരാറിൽ ഏർപ്പെട്ട് 60 ദിവസത്തെ സമാധാനം വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഭാഗമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ ഹമാസ് വലിയ തോതിലുള്ള സമാധാന പാതയിലാണിപ്പോൾ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ട്രംപ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നീട് ചർച്ചകൾ വഴിമുട്ടാം. അവസാന ഒരു ആശ്രയം എന്ന നിലയിൽ ഇപ്പോൾ ബൈഡൻ ഇരിക്കുന്ന സമയത്ത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ ആതിഥ്യം അല്ലെങ്കിൽ മധ്യസ്ഥത ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും നമുക്ക് അനുകൂലമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു പിരിയുക എന്നതാണ്. പക്ഷെ ഒരു രീതിയിലും 8-ലും 7-ലും എടുക്കാത്ത വിഭാഗമാണ് ഹൂതികൾ. പക്ഷേ അമേരിക്ക ഏറ്റവും ഭയക്കുന്നത് ഹൂതികളെയാണ്. അത് കാരണമുണ്ട്. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്ക് പാസേജ് എന്ന് പറയുന്നത് ബാബ് എൽ മന്ദേബാണ്. ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് യമന്റെ ഒരു തീരം വഴിയുള്ള ആഫ്രിക്ക, അതുപോലെ ഏഷ്യയുടെ യമൻ ഭാഗം, അറേബ്യൻ പെനിൻസുല, ഇതെല്ലാം കൺവെർജ് ചെയ്യുന്ന ഒരു ചെറിയ പോയിന്റാണ്. അതാണ് ബാബ് എൽ മന്ദേബ്. Fortunately or unfortunately, that area is controlled by Houthis. ഇവർ ഷിയ വിഭാഗക്കാരാണ്.
ട്രൈബൽ വിഭാഗക്കാരാണ്, ഇറാന്റെ പിന്തുണയുള്ളവരാണ്, സൗദി അറേബ്യയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒരു സമാന്തര ഭരണകൂടം യമനിൽ സൃഷ്ടിച്ചവരാണ്, സന എന്ന നഗരം കൺട്രോൾ ചെയ്യുന്നവരാണ് ഹൂതികൾ. അവര് ഒരു തലവേദനയാണ്, ഇംഗ്ലീഷിൽ പറയാം പെയിൻ ഇൻ ദ നെക്ക് എന്ന് വേണേൽ പറയാം. ഇതിനെ അവസാനിപ്പിക്കാൻ ഒരുതരം വൈറസ് പോലെയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ 40% കടന്നു പോകുന്നത് ബാബൽ മന്ദേബിലൂടെയാണ്. ഈ ബാബൽ മന്ദേബ് കടന്നു പോയെങ്കിൽ മാത്രമേ മെഡിറ്ററേനിയൻ കടലിലേക്ക് കയറാൻ പറ്റൂ. ചെങ്കടൽ വടക്കോട്ട് പോയി അവിടുന്ന് ചെങ്കടലിൽ നിന്നും മെഡിറ്ററേനിയനിലേക്കുള്ള പാതയാണല്ലോ സൂയസ് കനാൽ. ആ സൂയസ് കനാൽ കടന്ന് മധ്യതരണിയാഴി എന്ന മെഡിറ്ററേനിയനിലെത്തി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകാം, യൂറോപ്പിലേക്ക് പ്രത്യേകിച്ചും പോകാം. അല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ? ഏഷ്യയിൽ നിന്നുള്ള, ചൈന, ഇന്ത്യ എല്ലായിടത്തു നിന്നുള്ള അല്ലെ ഗൾഫ് മേഖല ചരക്ക് ഗതാഗതം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി മൂക്കിനൊരു വലത്ത് വെച്ച് പോകേണ്ട ഗതികേടിലാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അമേരിക്കൻ വെസൽസ് മാത്രമല്ല ലോകത്തിന്റെ കപ്പലുകൾ അത് പലതും എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുകയും ഒരു അമേരിക്കൻ കോടീശ്വരൻ ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വെസൽസ് ആണ്. ഇതിനെല്ലാം നേരെ ഹൂതികൾ ആക്രമണം നടത്തിയാൽ എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് അറിയില്ല. അവർ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മധ്യപൗരസ്ത്യ പ്രദേശത്തെ ശാന്തി ഉണ്ടായെങ്കിലേ, പ്രത്യേകിച്ച് ഇസ്രയേലും അതുപോലെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തമ്മിൽ ഒരു വെടിനിർത്തലും ശാന്തിയും ഇല്ല എങ്കിൽ ഹൂതികൾ നിരന്തരം ഒരു ഹിറ്റ് ആൻഡ് റൺ പോളിസിയാണ്. തീരെ അടുത്തല്ല കേട്ടോ, 2000 കിലോമീറ്റർ ഉണ്ട്. ഹൂതികളുടെ താമസ ഇടങ്ങളിൽ നിന്നും ജെറുസലേമിലേക്കുള്ള അകലം അല്ലെങ്കിൽ ജലവീവിലേക്കുള്ള അകലം 2000 കിലോമീറ്ററാണ്. അവർക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ലഭിച്ചത് എവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കാനാവില്ലല്ലോ ആ ടെക്നോളജി വെച്ചുകൊണ്ട്. അപ്പൊ ഇത് നശിപ്പിക്കണമെങ്കിൽ വളരെ വലിയ സ്ട്രൈക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഹൂതികളുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് അവർ ആയിരിക്കുന്ന ഇടത്തിന്റെ ഒരു തന്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പൊ ട്രംപിന്റെ ശ്രദ്ധ വളരെ വലിയ തോതിൽ ബാബൽ മന്ദേബ് കടലിടുക്കിലേക്കും ചെങ്കടൽ മേഖലകളിലേക്കും നീങ്ങാനുള്ള സാധ്യതയും, ഒരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന പോലെ ഈ വൈറസിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു 100 ദിനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ട്രംപ് അച്ചായൻ ആദ്യ 100 ദിവസം ഒരു പക്ഷേ തകർത്താണ്. വെറും പ്രസ്താവനയൊന്നുമല്ല, ഒരു ശുദ്ധികലശം എല്ലാം ഉണ്ടാകും. ആ ഇരിക്കുന്ന കസേറയുടെ ചുറ്റുപാടും ഒന്ന് വെടിപ്പാക്കി എല്ലാം ഈ വെടിപ്പാക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ടാണ് അൾട്ടിമേറ്റം, ഹൂതികൾക്ക് നേരെ അൾട്ടിമേറ്റം, ഹമാസിന് നേരെ അൾട്ടിമേറ്റം, ഇറാന് നേരെ അൾട്ടിമേറ്റം. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇറാൻ ഉൾപ്പെടെ നെട്ടോട്ടത്തിലാണ്. ആണവ ചർച്ച നടക്കുകയാണ്. 13-ാം തീയതി, ജനുവരി 13-ാം തീയതി ഇറാൻ ആണവ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. യൂറോപ്പിൽ വെച്ച്, ജനീവയിൽ വെച്ച് E3 എന്ന് പറയുന്നത് 3 രാജ്യങ്ങളാണ്. അമേരിക്കയുടെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്, നേറ്റോ രാജ്യങ്ങളാണ്. ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഈ 3 രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇറാനുമായുള്ള ആണവ ചർച്ചയാണ്. ഇറാൻ 2015 അന്ന് ഒബാമയുടെ കാലത്ത് ഒപ്പുവെച്ച ആണവ കരാർ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ സഹകരണ കരാർ ഇന്ത്യയുമായി അമേരിക്ക ഒപ്പുവെച്ചല്ലോ. 2008 ഒപ്പുവെച്ചതുപോലെ ഇറാനുമായുള്ള അത് വേറൊരു പ്രൊവിഷനാണത്. ആ ആണവ കരാർ ട്രംപ് ഏകപക്ഷീയമായി അതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയി. വീണ്ടും അമേരിക്കയ്ക്ക് ഒരിക്കൽ കൂടി ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെട്ട് ഇറാൻ എന്ന ആത്യന്തികമായ സെക്യൂരിറ്റി ത്രെട്ടിനെ മറികടക്കണം, ഇറാനെ നള്ളിഫൈ ചെയ്യണം. ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളെങ്കിലും സറണ്ടർ ചെയ്യിക്കണം. ഇപ്പൊ 80-90% സമ്പുഷ്ടീകരിച്ച യുറേനിയം വെപ്പൺ ഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. വെപ്പണൈസേഷനോട് ഉപയോഗിക്കാം. 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം ഇറാന്റെ കൈവശമുണ്ട്. 90% സമ്പുഷ്ടമാക്കിയ ഒരു ചെറിയ ശേഖരമെങ്കിലും ഉണ്ട്. അത് പക്ഷേ അവസാന ഫിക്സിങ്ങിന്റെ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഉണ്ടാകുന്നത്. ഇനി മുന്നോട്ട് പോയാൽ, ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ ഒരു ഹിരോഷിമ ടൈപ്പ് ബോംബുകളെങ്കിലും ഇറാന്റെ പക്ഷത്തുണ്ടാവും. അത് വിതയ്ക്കാൻ സാധ്യതയുള്ള നാശം വളരെ അധികമാണ്. പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിക്ക് പ്രത്യേകിച്ച് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ തൻ്റെ കാലശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഭയന്നെങ്കിലേ പറ്റൂ. ലോകം തന്നെ ഭയക്കേണ്ടി വരും. ലോകം മുഴുവൻ ഭയക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ കിം ജോങ് ഉന്നിനെയും ഒരുപക്ഷെ ഖൊമേനിയെയും ഒക്കെ ഒരു തരത്തിൽ ഭയക്കേണ്ടി വരുന്നത്. കാരണം അവരൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമല്ല,
വേറൊരു പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത്. അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ സുരക്ഷാ ഭീഷണി വളരെ വലുതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ ഒരു ഡീൽ ആവശ്യമാണ്. അത് ട്രംപിന്റെ ഒരു ഇമ്മീഡിയറ്റ് അജണ്ടയിലുണ്ട്. ട്രംപ് ഈ ക്രെഡിറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള മാർഗം പയറ്റുകയാണ് വൃദ്ധനായ ജോ ബൈഡൻ. എഴുന്നേറ്റിരിക്കാൻ വയ്യ. പക്ഷേ തൻ്റെ കിരീടത്തിൽ തൂവലുകളൊന്നും തന്നെ ഇല്ല. ഒന്നോ രണ്ടോ പൊന്തൂവലെങ്കിലും കോഴിത്തൂവലെങ്കിലും 2 എണ്ണം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ, എൻ്റെ കാലത്ത് 1-2 എഗ്രിമെന്റ് എങ്കിലും ആകുമോ ഈ ഒരാഴ്ചക്കുള്ളിൽ എന്ന ആലോചനയിലാണ് പാവം ജോ ബൈഡൻ. ഏറ്റവും ഒടുവിലായി ഏവരും നോക്കിക്കാണുന്നത് പോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ട്രംപ് എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള വാദം ഒരു ഭാഗത്ത്. നേരത്തെ കുടിയേറ്റത്തിന്റെ വിഷയമൊക്കെ തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ്. ഇനി അതല്ലാതെ ഇന്ത്യക്ക് നേട്ടമായി വരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. മുൻപൊരു ചർച്ചയിൽ നമ്മൾ പരാമർശിച്ചതായിരുന്നു. അതായത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങളുടെ ഒരു കൊടുമുടി തന്നെ കയറുമെന്നാണ് വിദേശകാര്യ വിദഗ്ധരടക്കം പറയാറുള്ളത്. അത്തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം, നേട്ടങ്ങളായിരിക്കാം ഇനി 25 മുതൽ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്? നെക്സ്റ്റ് ലെവൽ ഇൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അതാണ് പ്രതിരോധ രംഗത്തെ സഹകരണം. അത് ബഹിരാകാശം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ വലിയ തോതിലുള്ള സഹകരണം. അത് പാർട്ട് ബിസിനസ് ആണ്, പാർട്ട് സ്ട്രാറ്റജിയാണ്. ഇത് രണ്ടും കൂടി കൺവേർജ് ചെയ്യും. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും സ്ട്രാറ്റജിയും കൺവേർജ് ചെയ്യും. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഇന്ത്യ കടുകിട വിട്ടുകൊടുക്കില്ല. കാരണം ഇന്ത്യക്ക് നാളുകളുടെ ബഹിരാകാശ മാർക്കറ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നോട്ടം. അതെ, ഏറ്റവും അധികം 3-4 ലോക രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ, ഒറ്റ റോക്കറ്റ് വിട്ടാൽ 100 സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പേര് ഭാരതമെന്നാകുന്നു. അതുകൊണ്ട് ISROയ്ക്ക് വാണിജ്യ ഉദ്ദേശങ്ങളും ഇപ്പോഴുണ്ട്. മുൻകാലത്തില്ലായിരുന്നു, ഇപ്പോഴതുണ്ട്. അപ്പോൾ അവിടെ സഹകരണം സാധ്യമാണ്. പക്ഷെ അവിടെ മത്സരവും അതേപോലെ തന്നെ ഉണ്ടാകും. അതേസമയം ക്വാഡ്, ചതുർരാഷ്ട്ര ഒരു കടൽ സഖ്യമായ ക്വാഡ്, അത് പൂർണ്ണമായും മിലിറ്ററി മെനൂവേഴ്സിനുള്ളതല്ല. അതൊരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ജോയിന്റ് എക്സസൈസുകളാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ. ക്വാഡ് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കും. അത് ചൈനയെ ദക്ഷിണ സമുദ്രങ്ങളിൽ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കണ്ടെയ്ൻ ചെയ്യാനായി QUAD ക്വാഡ് ആവശ്യമാണ്. അത് മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റിലൂടെ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റിലൂടെ UAE, സൗദിയൊക്കെ നിർണായക പാർട്ട്നേഴ്സാണ്. അതിലൂടെ യൂറോപ്പിലേക്ക് നീങ്ങുന്ന ഇന്ത്യയുടെ ഏൻഷ്യന്റ് സ്പൈസ് റൂട്ടിന്റെ വീണ്ടുമുള്ള കടന്നുവരവ്, അതിന് അമേരിക്ക ഉൾപ്പെടെ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ G20 ഇന്ത്യയിൽ വെച്ച് നടന്ന 2023 അവസാനം നടന്ന G20 എത്തിച്ചേർന്ന ആ ഒരു തീരുമാനം അത് നടപ്പായിട്ടില്ല. മധ്യേഷ്യ, പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിച്ചപ്പോൾ അത് ഇപ്പോൾ ഫ്രീസറിലാണ്. അത് തട്ടിക്കൂട്ടി എടുക്കാൻ അമേരിക്കയുടെ ഉൾപ്പെടെ സഹകരണം ആവശ്യമാണ്. അപ്പൊ അവിടെ ഇന്ത്യ പക്ഷത്താണ്. കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഓഫ് ചൈന ഈസ് സീൻ ഡേഞ്ചറസ്ലി ബൈ അമേരിക്ക. അത് മാത്രമല്ല, സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി ഉണ്ടല്ലോ, ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ്, തുറമുഖങ്ങൾക്ക് വേണ്ടി വലിയ തുക ചെലവഴിച്ചുകൊണ്ട് മാലദ്വീപിലെ, അതുപോലെ പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ, ശ്രീലങ്കയിലെ തുറമുഖങ്ങൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനത്തിന് വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഈ മേഖലയാകെ സൈനിക സാന്നിധ്യം ഉൾപ്പെടെ സൃഷ്ടിച്ചെടുക്കുന്ന ചൈനയുടെ സാമ്രാജ്യത്വ മോഹത്തിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൈനികമായ നീക്കുപോക്കുകൾ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ പഴയ ചേരിചേരാ നയമൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അതിനെ ഒന്ന് പരിഷ്കരിച്ചു. ചേരിചേരാ നയമെന്ന് നമ്മൾ ഓരോ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി കാര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ ഓട്ടോണമി എന്നത് പരിഗണിക്കും എന്നതാണ്. അത് ട്രംപിന്റെ കാര്യത്തിലും വളരെ കറക്റ്റാണ്. ട്രംപും സ്ട്രാറ്റജിക് ഓട്ടോണമി തന്നെയാണ്. കൂട്ടൊക്കെ ശരി, പക്ഷേ ഞങ്ങളുടെ കാര്യം വരുമ്പം ഞങ്ങൾ സ്വല്പം സ്വാർത്ഥന്മാരാണ്. അപ്പൊ ഇന്ത്യ എടുക്കുന്ന നിലപാടും ട്രംപ് എടുക്കുന്ന നിലപാടും ഒന്ന് തന്നെയാണ്. പക്ഷേ ആരാദ്യം കണ്ണു ചിമ്മും എന്നത് തന്നെയാണ് ഇവിടുത്തെ വലിയ ചോദ്യം.